ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇത് ഇന്ന് രാവിലെ ധർമ്മശാലയിലത്തെ റൂം വെക്കിയിട്ട് ഇത് പോവാണ്. എൻ്റെ അമ്മ 7:20, 7 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. ഹനി ഇത് തണുത്ത് വരച്ച് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാ ലഗേജൊക്കെ മുകളിൽ കൊണ്ടുവച്ച് പോയി വന്നിട്ട് ഞങ്ങൾ നേരെ ഡൽഹൌസിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഡൽഹൌസിയിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ഇതാണ് ഞങ്ങളുടെ ധർമ്മശാലയിലത്തെ റൂം. ഒന്ന് പോയി കാണിച്ചു തരാം. നല്ല ട്രിപ്പായിരുന്നു ധർമ്മശാല. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ദലൈലാമിൻ്റെ ടെമ്പിളൊക്കെ കണ്ടു. രാവിലെ അവർ ചായയൊക്കെ കൊണ്ടു തന്നു. നമുക്ക് പോവാം. ബൈ ബൈ ധർമ്മശാല. അങ്ങനെ ഞങ്ങൾ ധർമ്മശാലയോട് ബൈ ബൈ പറഞ്ഞ് ഡൽഹൌസിയിലേക്ക് പോവാണ്. ധർമ്മശാലയിൽ നിന്ന് ഡൽഹൌസിയിലേക്ക് 116 കിലോമീറ്റർ. 7:30 ഞങ്ങൾ പുറപ്പെട്ടു. 3 മണിക്കൂർ 46 മിനിറ്റാണ് ഡൽഹൌസിയിലേക്ക് ഇപ്പോൾ കാണിക്കുന്നത്. ഡൽഹൌസി ആക്ച്വലി ഞങ്ങളുടെ പ്ലാനിൽ ഇല്ലാതിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഞങ്ങൾ ധർമ്മശാലയിൽ വന്നിട്ട് പ്രത്യേകമായിട്ട് ധർമ്മശാലയിൽ ദലൈലാമ ടെമ്പിളും ക്രിക്കറ്റ് സ്റ്റേഡിയവും ടീ ഗാർഡനും കണ്ടിട്ട് തിരിച്ച് അംബാലയ്ക്ക് പോകാമെന്നുള്ള ഐഡിയയിലാണ് അംബാലയിൽ നിന്ന് വന്നത്. അപ്പോൾ ഡൽഹൌസി ഞങ്ങളുടെ ഒരു ഡിസ്റ്റൻറ്റ് പ്ലാനിൽ പോലും ഒരിക്കൽ പോലും വന്നിട്ടില്ലാത്ത സ്ഥലമാണ് ഡൽഹൌസി. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നതും ഇപ്പോൾ ഡൽഹൌസിയിൽ നമുക്ക് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, അതൊരു കൊളോണിയൽ സെൻറ്റർ ആയിരുന്നു എന്നുള്ള ഒരു ധാരണയിലായിരുന്നു. വേറെ ഒന്നും കാണാനുണ്ടെന്നുള്ള അറിവില്ലായിരുന്നു ആക്ച്വലി. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കുറച്ചെന്തെങ്കിലും അറിയെങ്കിലല്ലേ നമ്മൾ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ റിസർച്ചൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഡൽഹൌസിയിലൊന്നും ഇല്ല എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പം ഞങ്ങൾ പക്ഷേ ധർമ്മശാലയിൽ വരാൻ പ്ലാൻ ചെയ്തപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഇവിടെ ധർമ്മശാലയിലത്തെ നേറ്റീവാണ്. അപ്പം അവനെ വിളിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ആ കൂട്ടത്തിൽ അവൻ പറഞ്ഞു, നിങ്ങൾ എന്തായാലും ധർമ്മശാല വരെ പോകുന്നതല്ലേ, അവിടെ നിന്ന് ഡൽഹൌസി പോവും. അപ്പം ഡൽഹൌസിയിൽ കുറേ നല്ല സ്ഥലങ്ങൾ കാണാനുണ്ട്. പ്രധാനമായിട്ടും പെഹൽഗാം പോലത്തെ ഒരു നല്ല വാലിയൊക്കെ ഉണ്ട്. അപ്പം നല്ല കാഴ്ചയായിരിക്കും. അപ്പോൾ ധർമ്മശാല പോകുന്ന സ്ഥിതിക്ക് ഡൽഹൌസിയും കൂടി കാണാൻ വേണ്ടിയിട്ട് ഒരു ദിവസത്തിൽ കൂടുതലൊന്നും സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. അങ്ങനെ പറഞ്ഞത് കാരണം അവൻ്റെ വാക്കിൻ്റെ പുറത്താണ് ഞങ്ങൾ ഡൽഹൌസിയിലേക്ക് പുറപ്പെടുന്നത്. ഇതിപ്പോൾ രാവിലത്തെ ധർമ്മശാല ടൗണാണ്. രാവിലെ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല 7:30, 7:45 സമയമായുള്ളൂ. ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ പിന്നെ പ്രത്യേകിച്ച് തണുപ്പുമല്ലേ, ടൗണൊക്കെ ഉണർന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് നോർത്ത് ഇന്ത്യയിലൊക്കെ തണുപ്പിൻ്റെ സമയത്ത് ഇവർ രാത്രി വേഗം 8, 8:30 ആകുമ്പോഴത്തേക്കും കടയടയ്ക്കും. രാവിലെ ഒരു 9, 10 മണിക്കൊക്കെ ശേഷം നമുക്ക് ടൗണൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ധർമ്മശാല അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല, നല്ല ക്ലീൻ സിറ്റി ആട്ടോ. നമുക്ക് എവിടെയും ഗാർബേജ് ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ ഒബിയസ്ലി ടൂറിസ്റ്റുകളുടെ ഇത് കാരണം കുറച്ച് തിരക്കുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ ഇവർ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് രാവിലെയും രാത്രിയൊക്കെ. അതുകൊണ്ട് ഒരു ക്ലീൻ സിറ്റിയാണ് ധർമ്മശാല ആക്ച്വലി. അപ്പോൾ ധർമ്മശാലനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിവൈൻ സ്പിരിച്വൽ ഫീലൊക്കെ കിട്ടുന്ന സ്ഥലമല്ലേ. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ സാനിസിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ്റൊക്കെ നല്ലോണം ട്രൈ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് ഈ ട്രിപ്പിൽ നിന്ന്. അടുത്തടുത്ത് പറയാം. ഇത് നമ്മൾ ഇന്നലെ പോയ മ്യൂസിയം അതാ ഹരി. അവിടെ മേലെ നമ്മൾ പോയ മ്യൂസിയം അതെ. ഞങ്ങളിലുണ്ട് ഈസി. പിന്നെ അതാ ഹനി സൺറൈസ്. വാ അതാ ഹനി സൂര്യൻ അവിടെ നിന്ന് ഉദിച്ചു വരുന്നത് കണ്ട. ഒരു ഹോട്ടൽ തുടങ്ങി, ഹോട്ടൽ പത്മിനി. ഞങ്ങളങ്ങനെ ഒരു നല്ല സൂര്യോദയമൊക്കെ കണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അത്രയും ഭംഗിയായിട്ട് ഒരു സൂര്യോദയം ഞങ്ങളതിന് മുമ്പ് കണ്ടിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇങ്ങനെ അതൊക്കെ കണ്ട് ഇത് ധർമ്മശാലയോട് വിട പറയുകയാണ്. ഇപ്പോൾ പെയിൻറ്റിങ്സൊക്കെ കണ്ടില്ലേ. അപ്പം നല്ലോണം ബ്യൂട്ടിഫൈ ചെയ്തിരിക്കുന്ന ഒരു സിറ്റിയാണ് ആക്ച്വലി ധർമ്മശാല. നല്ല തെളിഞ്ഞ ആകാശം, നല്ല ക്ലൈമറ്റ്, നല്ല വായു ഒക്കെ ആയിട്ട് നമുക്ക് ലിഷർ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ധർമ്മശാല. ഇത്രയും നല്ല ഒരു ഓർമ്മകൾ സമ്മാനിച്ച ധർമ്മശാലയ്ക്ക് നന്ദി. ഇനി നമുക്ക് നല്ല ഭംഗിയുള്ള താഴ്വരകളും വളഞ്ഞു പൊളഞ്ഞ റോഡുകളും മലനിരകളൊക്കെ ആസ്വദിച്ച് ഡൽഹൌസിയിലേക്ക് പോവാം. ഇപ്പോൾ മുമ്പിൽ കാണുന്നതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ മാതിരി ധോലുധാർ മൗണ്ടെയിൻ റേഞ്ചിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ഓരോ സമയത്ത് ഓരോ കളറിലാണ് ഈ
മലനിരകളൊക്കെ കാണപ്പെടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, റെഡ് കളറിലും ബ്ലൂ കളറിലൊക്കെ ആയിട്ട്. ഇന്നിപ്പോൾ രാവിലെ ഒരു റെഡിഷ് ബ്രൗൺ കളറിലാണ് മുമ്പിൽ മലനിരകളൊക്കെ ഇരിക്കുന്നത്. രാവിലെ തന്നെ നമ്മൾ ഇത് യു ആർ എൻറ്ററിങ് ഇൻ ടു എ ടൊബാക്കോ ഫ്രീ ലെവൽ. നല്ല കാര്യം. ഇത് ഗ്രാമത്തിൽ കൂടെയാണ് പോകുന്നതല്ലേ നമ്മൾ ധർമ്മശാലയിലത്തെ. പക്ഷെ വീടുകളൊക്കെ നല്ല ഭംഗിയുണ്ട്. ഹിമാചലത്തെ വീടുകളൊക്കെ മണാലിയൊക്കെ പോയ പോലത്തെ വീട് തന്നെ അല്ലേ, കൺസ്ട്രക്ഷനൊക്കെ നോക്കുന്നത്. കുറച്ച് ദൂരം വന്നു കഴിഞ്ഞപ്പോൾ അതേ നല്ല മഞ്ഞ് മൂടിയ താഴ്വരയും ഒരു സൺറൈസൊക്കെ കാണാൻ വേണ്ടിയിട്ട് വഴിയിൽ കുറച്ച് സമയം ഒന്ന് നിർത്തിയതാണ്. നല്ല ഭംഗിയിൽ സൂര്യൻ്റെ ഉദിച്ച് വരുന്നുണ്ട്. അപ്പം മലയുടെ മുകളിലേക്ക് എത്തിയ സൂര്യൻ. ഹിമാചൽ പ്രദേശിലെ ചമ്പ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് ആക്ച്വലി ഡൽഹൌസി എന്ന് പറയുന്ന സ്ഥലം. പ്രോജക്റ്റ് ഇൻഫർമേഷൻ അവിടെ QR കോഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ റോഡിന്റെ പ്രോജക്റ്റ് ഇൻഫർമേഷൻ അറിയണമെങ്കിൽ അവിടെ ഒരു QR കോഡ് വെച്ചിട്ടുണ്ട്. അത് സ്കാൻ ചെയ്യാം. അതെന്താ അങ്ങനെ? സ്റ്റേറ്റ് ഹൈവേ 23 അത് ഗ്രീനിൽ കാണിക്കുന്നത്. ഇവിടെ റിവർ ഉണ്ട് ഹനി. റിവർ ഉണ്ട് സൈഡിൽ, ആ സൈഡിലൊക്കെ റിവറാണ്. ഇത് ഇവിടുത്തെ കുന്ന് ഇങ്ങനെ മണ്ണാണ് കണ്ട, ഹിമാചലത്തെ കുന്ന്. റാണിത്താൽ 44 കിലോമീറ്റർ, ജവാലി 70, നൂർപൂർ 16, പത്താൻകോട്ട് 51. സമുദ്രനിരപ്പിൽ നിന്ന് 1970 മീറ്റർ, അതായത് 6460 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് ഡൽഹൌസി. അപ്പം നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ജനറൽ ഡൽഹൌസി പ്രഭുവിൻ്റെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. അപ്പം അദ്ദേഹം വൈസ്രോയി ആയിരുന്ന കാലത്ത് അതായത് വർഷത്തിൽ 365 ദിവസവും നല്ല ക്ലൈമറ്റുള്ള, അത് അധികം ചൂടുമില്ല അധികം തണുപ്പുമില്ല, അങ്ങനെയുള്ള ഒരു സ്ഥലം അദ്ദേഹത്തിൻ്റെ സമ്മർ റിട്രീറ്റിന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചു. ആ സ്ഥലമാണ് ഡൽഹൌസി. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല വസതിയായിരുന്നു ഇത്. ടണൽ 3 കിലോമീറ്റർ ഉണ്ടാവും. ഇന്നത്തെ ഫസ്റ്റ് ടണൽ കുഞ്ഞു ടണലാവുന്നു അല്ലേ? പക്ഷെ ടണൽ ഇറങ്ങി വരുമ്പോ നല്ല കാഴ്ചയാണ്. ആദ്യമായിട്ട് നമുക്ക് റോട്ടിൽ ഫോഗ് കിട്ടുന്നല്ലേ. ഇത്രയും സമയം നമുക്ക് ഒരു ഫോഗ് ഉണ്ട്. താഴേക്ക് നോക്കൂ, ഒന്നും കാണുന്നില്ല. അത് മലയൊക്കെ അടുത്തെത്തുമ്പോഴാണ് കേട്ടാ. നമ്മ അമ്പാലയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഫോഗ് മാതിരി. ധർമ്മശാലയിൽ തീരെ തണുപ്പില്ല, ഇങ്ങോട്ട് വരുമ്പോഴാണ് തണുക്കുന്നത്. വെറുതെ ആൾക്കാർ ഇവിടെയൊക്കെ തീ കായുന്നു. നല്ല തണുപ്പുണ്ടാവും. നമ്മൾ വണ്ടീൻ്റെ അകത്തിരിക്കുമ്പോൾ അറിയാത്ത ഫോഗ് ഉണ്ട്. ഹരി ടണൽ നമ്പർ 2 നല്ല സൂപ്പർ പാർക്കൊക്കെ ഉള്ള താപ്പിണ്ട് കഴിഞ്ഞാൽ കാരണം കേട്ടാ അല്ലേ കുഞ്ഞ്? അല്ല കുഞ്ഞുവാ, രണ്ടാമത്തെ ടണൽ. ഇത് കുഞ്ഞതാവും അല്ലേ? മറ്റേനെ കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി വലുതാണ്. ഞങ്ങളങ്ങനെ ഒരു 10 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊള്ളാവുന്ന കട കിട്ടുക. കൊള്ളാവുന്ന പറഞ്ഞാൽ വഴിയിലൊന്നും കടകളേ ഇല്ലായിരുന്നു ആക്ച്വലി. ഇപ്പോൾ 1-2 കടയുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നല്ല രാവിലെ ധർമ്മശാലയിൽ നിന്ന് ഡൽഹൌസിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും ഞങ്ങൾ ഇവിടെ ഒരു കട ഉണ്ടായിരുന്ന കാരണം അത് അവിടെ നിന്ന് കഴിക്കാൻ പറ്റി. അപ്പോൾ ഹനി ഒരു ആലു പറാട്ട, മോഞ്ചത്ത് ഒരു ആലു പ്യാജ് പറാട്ട, പിന്നെ ഞാൻ ഒരു അമൃത്സറി കുൽച്ച, ഇത്രയും സാധനങ്ങളാണ് ഓർഡർ ചെയ്തത്. ആ കടയിലത്തെ ആദ്യത്തെ കസ്റ്റമർ ആക്ച്വലി ഞങ്ങളായിരുന്നു. അപ്പോൾ അവർ കടയൊക്കെ തുറന്ന് ക്ലീൻ ചെയ്തൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പഞ്ചാബിലെ ഒരു പരമ്പരാഗത ഡിഷാണ് ഈ അമൃത്സറി കുൽച്ച പറയുന്നത്.
മൈദയും കൊണ്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഉരുളക്കിഴങ്ങ്, വേറെ മസാല, മല്ലിയില അതൊക്കെ സ്റ്റഫ് ചെയ്ത് തരും. അതിൻ്റെ കൂടെ കഴിക്കാൻ സാധാരണയായിട്ട് ചോലേൻ്റെ, അതായത് വൈറ്റ് കളർ കടലേൻ്റെ ഒരു കറിയും പിന്നെ ഒരു ചട്നിയുമാണ് തരാറ്. എന്തായാലും നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഇനി നേരെ ഡൽഹൌസിയിലേക്ക് പോവാണ്. അപ്പം നമ്മൾ ധർമ്മശാലയിൽ നിന്ന് ഡൽഹൌസിയിലേക്ക് പോകുന്നത് ഈ രവി റിവറിൻ്റെ സൈഡിൽ കൂടെ. രാവിയാണോ എന്നറിയില്ല, ഇവർ നോർത്ത് ഇന്ത്യൻസ് രാവി എന്നാണ് പറയുക. RAVI എന്നാണ് സ്പെല്ലിങ്. നമ്മൾ പണ്ട് ഹിസ്റ്ററിയിലൊക്കെ രവി എന്നല്ലേ പഠിച്ചത്, പക്ഷെ ഇവർ രാവി എന്നാണ് പറയുന്നത്. ഈ ഡൽഹൌസി എന്ന് പറയുന്നത് ഈ 5 മലനിരകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ്. കാത്ലോക്, പൊട്രീസ്, ടെഹ്ര, ബക്രോത്ത, ബോലൂൺ എന്നിങ്ങനെയാണ് ഈ 5 മലകൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ 5 മലകളിലായിട്ടാണ് ഈ ഡൽഹൌസി എന്ന് പറയുന്ന ഹിൽ സ്റ്റേഷൻ വ്യാപിച്ച് കിടക്കുന്നത്. ടിബറ്റൻ കൾച്ചറിൻ്റെയും ബ്രിട്ടീഷ് എറ കൊളോണിയൽ കൾച്ചറിൻ്റെ ഒരു മിക്സാണ് നമുക്ക് ഡൽഹൌസിയിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ സമ്മർ റിട്രീറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് നിറയെ ക്രിസ്ത്യൻ ചേർച്ചുകൾ ഡൽഹൌസിയിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ബ്രിട്ടീഷുകാർ അവരുടെ പ്രാർത്ഥനയ്ക്കും മറ്റുമായി ഈ പള്ളികൾ അവിടെ സ്ഥാപിച്ചതാണ്. അപ്പോൾ ആ പള്ളികളൊക്കെ ഇപ്പോഴും ആരാധന നടക്കുന്ന ലൈവായിട്ടുള്ള പള്ളികൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ കുറേ പള്ളികൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ടിബറ്റൻ കൾച്ചറിൻ്റെ, ധർമ്മശാലയിൽ നമ്മൾ ടിബറ്റൻസിന് അഭയം കൊടുത്തല്ലോ ദലൈലാമ. ചൈനേൻ്റെ ടിബറ്റൻ ആക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ അഭയം തേടിയ സമയത്ത് ആ കൂടെ കുറേ ടിബറ്റൻ റെഫ്യൂജീസ് ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ ടിബറ്റൻ കൾച്ചറിൻ്റെ സ്വാധീനവും കൂടി ഡൽഹൌസിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് കുറേ മൊണസ്ട്രികളും അതേപോലെ കുറേ ടിബറ്റൻ ആൾക്കാരുടെ വീടുകളും ഒക്കെ ആയിട്ട് ഒരു ടിബറ്റൻ കൾച്ചറിൻ്റെയും കൂടി മിക്സാണ് ആക്ച്വലി ഡൽഹൌസി. ധർമ്മശാലയിൽ നിന്ന് ഡൽഹൌസിയിലേക്കുള്ള റോഡ് ആക്ച്വലി കുറച്ച് ഇങ്ങനെ വീതി കുറഞ്ഞതും കൺജസ്റ്റഡ് ഒക്കെയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ നാഷണൽ ഹൈവേ പണി പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ എന്നാലും കൂടുതൽ ഭാഗങ്ങളും ഇങ്ങനെ ഇപ്പോൾ കാണുന്ന മാതിരി വീതി കുറഞ്ഞ് കുറേ സ്ഥലത്തൊക്കെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു റോഡ് ട്രിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആക്ച്വലി ധർമ്മശാല ടു ഡൽഹൌസി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവില്ലേ, വഴികളൊക്കെ നല്ലോണം കൺജസ്റ്റഡ് ആണ്. കൺജസ്റ്റഡ് അല്ല, ആക്ച്വലി വീതി കുറവാണ്. ഇപ്പോൾ കൺജസ്റ്റഡ് ആവും. ഇപ്പോൾ ഞങ്ങൾ രാവിലെ ഏർലി മോർണിംഗ് ആണ് ധർമ്മശാലയിൽ നിന്ന് പുറപ്പെട്ടത്. പറഞ്ഞല്ലോ 7:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ധർമ്മശാലയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ വഴിയിൽ ട്രാഫിക്കൊക്കെ ഇച്ചിരി കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ ഡൽഹൌസി പോകാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ദിവസത്തിൽ തന്നെ ഡൽഹൌസി മാക്സിമം എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഓൾറെഡി ഞങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിച്ച് അവർ ഞങ്ങൾക്കൊരു ടാക്സി നമ്പർ തന്നായിരുന്നു. അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഉച്ചയ്ക്ക് ഒരു 12-12:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ഡൽഹൌസി എത്തുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഹാഫ് ഡേയും കൊണ്ട് അദ്ദേഹം ഡൽഹൌസിയിലുള്ള പ്രധാനപ്പെട്ട ഒരു 4-5 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് കാണിച്ചു തരാം. അപ്പോൾ അത്രയാണ് അവിടെ പ്രധാനമായിട്ടും കാണാനുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് ഡേയിൽ തന്നെ എല്ലാം കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം 12 മണി ആകുമ്പോഴത്തേക്ക് തന്നെ ഡൽഹൌസി എത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വഴിയിലൊക്കെ നിറയെ കുരങ്ങന്മാരുണ്ട്. ഹനിക്കാണെങ്കിൽ കുരങ്ങനെ കാണുമ്പോൾ കുറച്ച് പേടിയുണ്ട്. കാരണം ഇതിനു മുമ്പ് ഹനി ഇത്തിരി കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങൾ ഒന്ന് മൈസൂർ ചാമുണ്ടേശ്വരി മന്ദിറിൽ പോയപ്പോൾ അവിടെ നിന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്രസാദത്തിലെ താമരപ്പൂ ഒരു കുരങ്ങൻ വന്ന് തട്ടിയെടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഹനീൻ്റെ മുമ്പിലാണ്. ഹനിക്കൊരു 3-4 വയസ്സുള്ളപ്പോഴാണ്. അപ്പോൾ അത് കാരണം അതിന് ശേഷം ഹനിക്ക് കുരങ്ങന്മാരെ വലിയ പേടിയാണ്. ഹനി അതുകൊണ്ട് കാറിൻ്റെ ഗ്ലാസ്സൊക്കെ പൊക്കിയിട് എന്നും പറഞ്ഞ് പേടിച്ച് കുറച്ച് വണ്ടിക്കകത്തിരിക്കുകയാണ് കുരങ്ങനെ കണ്ടപ്പോൾ. ഞങ്ങളങ്ങനെ കുറേ മോശം റോഡിൽ കൂടെ വന്ന് ഇപ്പോൾ ദേ കുറച്ച് നല്ല ഒരു വഴിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെയുള്ള വ്യൂ നല്ലതാണ്. ഇപ്പോൾ റോഡ് നല്ലതായത് കൊണ്ട് തന്നെ ഇപ്പോൾ വഴിയിൽ വലിയ കുണ്ടും വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഭൂപ്രകൃതിയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റുന്നുണ്ട്. ധർമ്മശാലയിൽ കൂടുതലും ഞാൻ പറഞ്ഞല്ലോ ദേവദാരു മരങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഡൽഹൌസിയിലേക്കുള്ള വഴിയിൽ നമ്മൾ കൂടുതലും കാണുന്നത് പൈൻ മരങ്ങളാണ്. അതാണ് കുറച്ച് വ്യത്യാസമായിട്ട് തോന്നിയത്. പിന്നെ ധർമ്മശാലയിലും ഡൽഹൌസിയിലും പൊതുവായിട്ട് എനിക്ക് തോന്നിയത് നിറയെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരെ ഒന്നിക്ക് ഹിമാചലുള്ളവർക്ക് സൗത്ത് ഇന്ത്യൻ ഫുഡ് നല്ല ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നിറയെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ടൂറിസ്റ്റൊക്കെ വരുന്ന കാരണം ആവാം.
ഇത് ഞങ്ങളെ വഴിയിൽ ഒരിടത്ത് നിർത്തിയതാണ്, നല്ലൊരു വാലി കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ഡൽഹൗസി എത്താറായി, ഏകദേശം ഒരു 15 കിലോമീറ്റർ മാത്രം ദൂരെ ഡൽഹൗസിയിലേക്കുള്ളൂ. അപ്പോൾ അവിടെ ഞങ്ങൾ ഓൾറെഡി ഒരു ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഹോട്ടലിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഫ്രഷപ്പ് ആയി കഴിയുമ്പോൾ വിളിച്ചാൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞ ടാക്സി ഡ്രൈവർ വരാമെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ ഡൽഹൗസിയുടെ ഒരു 10 കിലോമീറ്റർ പുറകിലുള്ള ഒരു മാർക്കറ്റാണ്. ഡൽഹൗസി ധർമ്മശാല പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു സിറ്റിയാണ്. പിന്നെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല കടകളും ബ്രാൻഡഡ് ഷോപ്സും ഒക്കെ ഉണ്ട്. ഡൽഹൗസി കന്റോൺമെന്റ് വെൽക്കംസ് യു. അങ്ങനെ ഞങ്ങളിത് ഡൽഹൗസി കന്റോൺമെൻറ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷൻസ് എന്ന് പറയുന്നത് കജിയാർ എന്ന് പറഞ്ഞിട്ട് ഒരു വാലി ഉണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഫ്രണ്ട് പെഹൽഗാം പോലെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞൊരു സ്ഥലം. ഈ കജിയാർ എന്ന് പറയുന്നത് മിനി സ്വിറ്റ്സർലൻഡ് ഓഫ് ഹിമാചൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ നല്ല ഭംഗിയുള്ള ഡെസ്റ്റിനേഷൻ ആയിരിക്കും എന്നുള്ളത്. പിന്നെ ഉള്ളത് ദേയ്കുണ്ട് പീക്ക് എന്ന് പറഞ്ഞിട്ട് ഡൽഹൗസിയിലത്തെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം. അവിടെ നമുക്ക് മുഴുവൻ ഡൽഹൗസിൻ്റെ വ്യൂവും ആസ്വദിക്കാം. അത് രണ്ടുമാണ് ഡൽഹൗസിയിൽ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു കാലാടോപ്പ് എന്ന് പറഞ്ഞിട്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്, അതും കജിയാർ പോകുന്ന വഴി തന്നെയാണ്. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മളിപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും കാണാമെന്ന് വിചാരിക്കുന്നത്. പറഞ്ഞല്ലോ ഉച്ചയ്ക്ക് ശേഷം ഇപ്പം ഏകദേശം 12 മണി ആവുന്നേ ഉള്ളൂ സമയം. നമ്മൾ 12 മണി ആകുമ്പോഴത്തേക്കും ഹോട്ടലിലെത്തും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഫ്രഷപ്പായി ലഞ്ചൊക്കെ കഴിച്ച് നമുക്ക് അത്രയും കാണാനേ പറ്റുള്ളായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഒരു കുഞ്ഞു മാർക്കറ്റും. പിന്നെ ഡൽഹൗസിയിൽ ഏറ്റവും സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് ഗാന്ധി ചൗക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്കറ്റാണ്. അപ്പോൾ ഗാന്ധി ചൗക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗാന്ധി ചൗക്കിലേക്കാണ്. അവിടെ നിന്ന് പിന്നെ ഹോട്ടലിലേക്കും. വേ ടു ഗാന്ധി ചൗക്ക് ചെയ്തിട്ടുണ്ട്. ഗാന്ധി ചൗക്കിലേക്കല്ല പോണ്ട്. ചെറുതായി തണുത്ത് തുടങ്ങിയത് കന്യായി. ഒരു പക്ക ഹിൽ സ്റ്റേഷൻ്റെ എല്ലാ ഭംഗിയും എല്ലാ ലിമിറ്റേഷൻസും ഒക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഡൽഹൗസി. ഇപ്പോൾ റോഡൊക്കെ ആസ് യൂഷ്വൽ എല്ലാ ഹിൽ സ്റ്റേഷനിലുള്ള പോലെ തന്നെ കുറച്ച് വീതിയൊക്കെ കുറഞ്ഞ് അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഞങ്ങളത് ഗാന്ധി ചൗക്കിലെത്തി. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡൽഹൗസി എന്നുള്ള പേരിൽ ഒരു കഫേയൊക്കെ കാണാം. അവിടെ നിന്ന് റൈറ്റിലേക്കാണ് നമ്മുടെ ഹോട്ടൽ വരുന്നത്. ഇനി നമുക്ക് ഹോട്ടലിലേക്ക് പോവാം. അത് ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ കൂടുതൽ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് ഈ ഹോട്ടലിലേക്ക് പോകുന്ന റോഡും വളരെ കുഞ്ഞൊരു റോഡാണ്. അപ്പോൾ സൈഡിലൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ ആൾട്ടോ ഒക്കെ പോലത്തെ വണ്ടികൾ ഓടിക്കുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ധർമ്മശാലയിൽ ഒരു ആൾട്ടോൻ്റെ ടാക്സി ചൂസ് ചെയ്യുന്നത്. നമ്മുടെ വണ്ടി ഓടിച്ചു പോകുന്നതിനേക്കാളും എളുപ്പം അതായിരിക്കും. അങ്ങനെ ഞങ്ങളത് ഞങ്ങളുടെ ഹോട്ടലിലെത്തി. ഹോട്ടൽ ഹൈലാൻഡ് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ഇതതിൻ്റെ പാർക്കിംഗ് ആണ്. അപ്പോൾ ഇത് ഹോട്ടലിൻ്റെ പാർക്കിംഗ് മുകളിലും ഇനി ഹോട്ടൽ റൂം വരുന്നത് താഴെയാണ്. അത് അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്സൊക്കെ ഇറങ്ങി താഴോട്ട് പോവാണ്. അതിന് വണ്ടിയിലിരുന്ന് കുറച്ച് ഉറങ്ങി. അപ്പോൾ അത് ഇത്തിരി ഉറക്കപ്പിച്ചൊക്കെ ഉണ്ട്. പിന്നെ ഡൽഹൗസിയിൽ എനിക്ക് തോന്നുന്നു ധർമ്മശാലനേക്കാളും കൂടുതൽ തണുപ്പുണ്ട്. ഇപ്പം ഏതാണ്ട് ഞാൻ പറഞ്ഞല്ലോ 12:30 മുമ്പേ ഉള്ള സമയമാണ് ഞങ്ങൾ എത്തിയത്. പക്ഷേ അപ്പോഴും ഞങ്ങൾക്ക് കുറച്ച് നന്നായിട്ട് തണുക്കുണ്ടായിരുന്നു. ധർമ്മശാലയിൽ വൈകിട്ട് ഒരു 5 മണിക്കൊക്കെ ശേഷം ഉള്ള പോലത്തെ തണുപ്പാണ് ഇപ്പോൾ 12 മണി കഴിഞ്ഞപ്പോൾ ഡൽഹൗസിയിൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ഹോട്ടലിൻ്റെ റിസപ്ഷൻ. ഇവിടെ നിന്ന് ഇനി താഴോട്ട് ഒരു കുഞ്ഞ് ഏരിയ ഉണ്ട്. അത് ക്യാമ്പ് ഫയറും പിന്നെ ടീ ഏരിയയൊക്കെ പോലെയാണ്. അങ്ങനെ ഞങ്ങൾ റിസപ്ഷനിലെത്തി. ഇതിപ്പോൾ ഡൽഹൗസിയിലത്തെ ഹിമാചലത്തെ മൊത്തത്തിലുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻസിൻ്റെ ഫോട്ടോസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹനിക്കാണെങ്കിൽ അപ്പം തന്നെ അവിടെ പോയിരുന്ന് ചായ കുടിക്കണം, അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞങ്ങൾ ഹോട്ടൽ റൂമിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് ഫ്രഷപ്പായി അപ്പം തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. ലഞ്ചൊക്കെ പോകുന്ന വഴിയിൽ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് കണ്ടല്ലോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹിമാചലത്തെ ടൂറിസ്റ്റ് അട്രാക്ഷൻസിൻ്റെ ഫോട്ടോ. എന്തായാലും നമുക്ക് റൂമിൽ പോയിട്ട് ഒന്ന് സെറ്റായി അതിന് ശേഷം ഡൽഹൗസിയിലെ കാഴ്ചകൾ കാണാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഞങ്ങൾ പോകുന്നത് മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന കജിയാറിലേക്കാണ്.
ഇനി നമുക്ക് കജിയാർത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.